തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഉചിതമായ സമയത്ത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമല്ലെന്ന് വി.എസ്. സുനിൽകുമാറും സുരേഷ് ഗോപിയും പറഞ്ഞു. ടി.എൻ. പ്രതാപന്റെ നേതൃത്വത്തിൽ മുരളീധരന് വേണ്ടി ചുവരെഴുതി തുടങ്ങി. നാളെ രാവിലെ മുരളീധരൻ തൃശൂരിലെത്തും. തൃശൂരിലെ സ്ഥാനാർത്ഥി മാറ്റത്തെ സ്വാഗതം ചെയ്ത പ്രതാപൻ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള മടങ്ങിവരവ് വൻ വിജയത്തോടെയായിരിക്കുമെന്ന് പ്രതികരിച്ചു. ഉറച്ച പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ മുരളീധരന്റെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. എൻ്റെ പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെ ആളുകൾ മത്സരിക്കുമ്പോൾ അവർക്ക് വേണ്ടി സേവനം ചെയ്യാം. അത് അവർക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കണമെങ്കിൽ ഞാൻ പോസ്റ്റ് ഒട്ടിക്കും. ഇപ്പോഴും അവർക്ക് വേണ്ടി കൊടി കെട്ടിറങ്ങി കൊടി കെട്ടും, മുദ്രാവാക്യം വിളിക്കും, വെയിൽ കൊണെങ്കിൽ വെയിൽ കൊള്ളും. അതാണ് എൻ്റെ ചുമതല. ആ ചുമതല പാർട്ടി എന്ത് പറഞ്ഞാലും സമ്പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി നിർവഹിക്കുന്ന ഒരു പാർട്ടിക്കാരനായിരിക്കും ഞാൻ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യമെന്ന് LDF സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി മാറിയതിൽ ആശങ്കയില്ല. പത്മജയുടെ BJP പ്രവേശനവും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി ഇപ്പോൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. ഏത് സ്ഥാനാർത്ഥിനെ തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ടി.എൻ. പ്രതാപൻ മത്സരിച്ചാലും കെ മുരളീധരൻ മത്സരിച്ചാൽ രാഷ്ട്രീയ പോരാട്ടമാണ്. എതിർ സ്ഥാനാർത്ഥി ആരെന്നത് തന്റെ വിഷയമല്ലെന്ന് തൃശൂരിൽ BJP വിജയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സ്ഥാനാർത്ഥികൾ മാറി വരുന്നതിന് അതിൻ്റെതായ കാരണമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. ആര് വരുന്നു ആര് പോകുന്നു ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ. വടകരയിൽ UDF സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമല്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജയും പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഏത് വ്യക്തിയാണ് എതിർ സ്ഥാനത്ത് മത്സരിക്കുന്നത് എന്നുള്ളതൊരു വിഷയമേ അല്ല. റിപ്പോർട്ടർ, തൃശൂർ.